അച്ഛൻ ഇവിടെ വന്നിരിക്കുവാണോ? ഇതാ ചായ. മോളെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അമ്മയെ കണ്ടിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങളെന്ന് പറയാനൊക്കത്തില്ലല്ലോ, ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അച്ഛാ, പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകാനാവാതെ നിൽക്കാൻ ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താ വരാത്തെന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക? എന്ത് കാരണം അച്ഛാ ഞാൻ പറയാ? ഇത് എന്നാ ശാരദാമ്മയും പറയുന്നു. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോന്നാ അവര് തിരക്കിയതേ. എന്തു പറയണമെന്നറിയാൻ വയ്യാതെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാര്യയും മോളെയും നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവനൊക്കെ കുടുംബത്ത് കയറ്റരുന്നേ ഞാൻ പറയൂ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ഒരാളിന്റെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം യുവമാർക്കൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ദേ, ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. മുങ്ങാൻ പോകുന്നൊരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയോട് മോളെയും കുഞ്ഞിനെയും ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇതൊരു ഒഴിഞ്ഞു കൂടുപോലെ കിടക്കും. അച്ഛൻ പറയുന്ന മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്റെ വീട്ടിലാവുമ്പോ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാ നിങ്ങൾക്കതൊരിക്കലും കിട്ടത്തില്ല. പപ്പിമോടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. പിന്നെ അവൻ്റെ രോഹിത്തിൻ്റെ കാര്യം അതിനി നോക്കണ്ട. അവനിപ്പം ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യമാ ഇപ്പം അവനെ കൊണ്ടു നടക്കുന്നേ. പിന്നെ അതിനവന് കുറേ ഒത്താശക്കാരുണ്ട്.